നല്ല വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടുകൂടെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് ഹോംവർക്കുകൾ പൂർത്തിയായതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനും നമുക്ക് സാധിച്ചു. ശ്രീ MP ശ്രീ NK പ്രേമേന്ദ്രൻ്റെ നേതൃത്വത്തിൽ 56 വാർഡുകളിലും ഈ നഗരസഭയുടെ ദുർഭരണത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര നടത്തുകയുണ്ടായി. തിരുവനന്തപുരത്തും 101 വാർഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനൊക്കെ നേതൃത്വം നൽകിയ യാത്ര പൂർത്തീകരിക്കാൻ കഴിയും. ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മഹാഭൂരിപക്ഷം വാർഡുകളിലും സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളാണ് ഏറ്റവും മുൻപന്തി എന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ പരമാവധി വാർഡ് തലത്തിൽ നിന്ന് വരുന്ന പ്രപ്പോസലുകളാണ് പരമാവധി സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ തിരിച്ചടി വിശദമായി പരിശോധിച്ച് പരിഹാരം കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ഇത്തവണ UDF സ്വീകരിച്ചത്. പിന്നെ നമുക്കറിയാം, ഇത് അസംബ്ലി പാർലമെൻറ്റും പോലെയല്ല. അസംബ്ലി ആണെങ്കിലും ലോക്സഭയാണെങ്കിലും സീറ്റുകളുടെ എണ്ണം കുറവാണ്. അസംബ്ലിയിൽ 140 സീറ്റുണ്ട്. UDF നേതാക്കന്മാർക്ക് തിരുവനന്തപുരത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ 140 നിയോജകമണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം. ലോക്സഭ ഇലക്ഷൻ വന്നാൽ 20 സീറ്റുകൾ തിരുവനന്തപുരത്ത് ഇരുന്ന് തീരുമാനിക്കാം 20 സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം. എന്നാൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അങ്ങനെയല്ല. പഞ്ചായത്ത് തന്നെ 3 തട്ടിലാണ്. ത്രിതല സംവിധാനമാണ്. കോർപ്പറേഷനുകളുണ്ട്, മുനിസിപ്പാലിറ്റികൾ. ഇപ്പോൾ 10,000-കണക്കിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടി വരുമ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്ന് ഇതൊക്കെ തീരുമാനിക്കാൻ സാധ്യമല്ല. അപ്പോൾ താഴെ തട്ടിലാണ് തീരുമാനം. സ്വാഭാവികമായിട്ടും താഴെ തട്ടിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ചില അപശബ്ദങ്ങളുണ്ടാവും. എന്നാൽ ഇത്തവണ UDF-ന് അത് കുറവാണ്. എന്നാൽ LDF-നാണെങ്കിൽ ഇത്തവണ അത് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, BJP ഇത്തവണ പല സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുക. ഞാൻ ഇന്ന് കാലത്തെ പത്രത്തിൽ വായിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട തീയതി കഴിഞ്ഞപ്പോൾ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കൂടെ 50 സീറ്റുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല. നമ്മൾ ഓർക്കണം, തിരുവനന്തപുരം ജില്ല തലസ്ഥാനമാണ്. തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കും എന്ന് വീരവാദം മുഴക്കുന്ന BJPക്ക് അവിടെയുള്ള 101 വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല. മുനിസിപ്പാലിറ്റികളിൽ സ്ഥാനാർത്ഥികളില്ല. പഞ്ചായത്ത് 50 സീറ്റ് മൊത്തം അവിടെ ആ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, അത് അസംബ്ലിയിലും പറഞ്ഞു, ലോക്കൽ ബോഡിയിലും പറഞ്ഞു, ഈ സംസ്ഥാനത്ത് BJP വളർന്നു വരുന്നു, അതിനെ നേരിടാൻ ഞങ്ങൾക്കാണ് കേരളത്തിൽ കഴിയുക. കോൺഗ്രസ് ഇന്ത്യയിൽ കഴിയുമായിരിക്കും, പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്കാണ് കഴിയുക. അത് കുറേയൊക്കെ ആ മുദ്രാവാക്യം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കുറേയൊക്കെ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ പരാജയത്തിൻ്റെ കാരണങ്ങളിലും. എന്നാൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഈ 2 പേരും ഇന്ന് ശത്രുക്കളല്ല. പകൽ ശത്രുക്കളെന്ന് ഭാവിക്കുകയും രാത്രി മിത്രങ്ങളായി മാറിയ ഒരവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് നമ്മൾ ഇത്തവണ നേരിടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളും. അതായത് മാർക്സിസ്റ്റ് BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇന്ന് നമ്മളെ എതിർക്കാൻ മറുഭാഗത്ത് നിൽക്കുന്നത്. ഇവർ പ്രത്യയശാസ്ത്രത്തിൽ 2 ആണെങ്കിലും ഇവരിന്ന് മനസ്സുകൊണ്ടുണ്ട്. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മുതൽ പാലത്തായിലെ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചത് വരെയുള്ള ചിത്രം പരിശോധിച്ചാൽ ഈ 2 പേരുടെയും ശബ്ദം ഇന്ന് ഒന്നായി മാറി. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, കോൺഗ്രസ് പാർട്ടി UDF ഇക്കാര്യത്തിൽ തുടക്കം മുതൽക്കന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. യുവതീ പ്രവേശനം മുതൽ സ്വർണ്ണക്കൊള്ള വരെയുള്ള കാര്യങ്ങളിൽ
വിശ്വാസികളോടൊപ്പം നിൽക്കുക എന്നുള്ള സ്റ്റാൻഡാണ് കോൺഗ്രസും UDF സ്വീകരിച്ചിട്ടുള്ളത്. യുവതി പ്രവേശനത്തിന്റെ വിഷയം വന്നപ്പോൾ സുപ്രീം കോടതിയുടെ വിധി ഭക്തജനങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുമെന്ന് കണ്ട സന്ദർഭത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്ന വിശ്വനാഥൊക്കെ അന്നുണ്ട് യോഗത്തിൽ, ഞങ്ങളുടെ അന്ന് രാഷ്ട്രീയകാര്യ സമിതി, ഞങ്ങളെ സമിതി ചേരുമ്പോഴാണ് ഈ കോടതിയുടെ വിധി വരുന്നത്. ഞങ്ങളന്ന് ഏതാണ്ട് 8 മണിക്കൂർ ചർച്ച ചെയ്ത് എല്ലാ വശങ്ങളും നിയമവശങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഞങ്ങൾ തീരുമാനിച്ചു വിശ്വാസികളുടെ ഗുണം കിട്ടണം. അങ്ങനെ അന്ന് നടത്തിയ 5 വിശ്വാസ സംരക്ഷണ ജാഥകൾ, അതിലെ പദയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ പദയാത്ര നയിച്ച ഞാനാണ്. കൊടിക്കുന്നിൽ സുരേഷിനെയും തിരുവഞ്ചൂരിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പദയാത്രകളുണ്ടായി. കെ സുധാകരനും ഷാനിമോളും നടത്തിയ വാഹന പ്രചരണ. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ നിലപാട് തിരുത്തേണ്ടി വന്നു. തിരുത്താൻ ലോക്സഭയിലെ തോൽവി വരെ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും കൈകൊള്ളി എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അന്ന് നമ്മളെടുത്ത സ്റ്റാൻഡ് തന്നെയാണ് തുടർന്ന് ആഗോള അയ്യപ്പ സംഗമത്തിലും നമ്മൾ കൈക്കൊണ്ടത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ പറഞ്ഞത് യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം നിങ്ങൾ തിരുത്തണം. നിങ്ങൾ ഭക്തജനങ്ങളോട് മാപ്പ് ചോദിക്കണം. അന്നെടുത്ത കേസുകൾ ഞാനുൾപ്പെടെ, അന്ന് പദയാത്ര നയിച്ച ഞാനുൾപ്പെടെയുള്ളവർ നടത്തിയ ആ യാത്രയിൽ ഞങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. പക്ഷെ ഇതൊന്നും തയ്യാറാകാതെ ഒരു കപടഭക്തി കാണിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് ബഹിഷ്കരിക്കുക തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. അതായത് ബഹിഷ്കരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ഒരു മടിയില്ല. അത് ശരിയാണെന്ന് കാലം തെളിയിച്ചില്ലേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിലും UDF കൈക്കൊണ്ട തീരുമാനം ഈ കൊള്ള നടത്തിയവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ്. ഒരു പത്മകുമാർ, ഒരു വാസുവ മാത്രമേ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കി കളർ റെക്കോർഡുണ്ടാക്കി. അന്നും ഇന്നുമുള്ള വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെ ഇവർക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ജനങ്ങളും വിശ്വസിക്കുന്നു. അതായത് 30 കിലോ സ്വർണം വിജയം വലിയ സംഭാവന ചെയ്ത സ്വർണം കൊണ്ടാണ് ഗോപുര വാതിൽ ഉൾപ്പെടെ, വാതിലും ദ്വാരപാല ശില്പങ്ങളിലും പൊതിഞ്ഞ സ്വർണം 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിട്ട് പോലും അത് ഇളക്കിയെടുത്ത് ചെമ്പുപാളികളാണെന്ന് കളർ റെക്കോർഡുണ്ടാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആൾദൈവത്തിൻ്റെ കയ്യിൽ ചെന്നൈയിലേക്ക് കൊടുത്തേക്കുക. ഞാൻ ആൾദൈവം എന്ന് പറയാൻ കാരണം പിണറായി മുഖ്യമന്ത്രിയെ ചാർജ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ കാലത്ത് ആൾദൈവങ്ങൾ ഉണ്ടാവില്ല, അവതാരം. ഇപ്പോൾ അവതാരങ്ങൾ ഉണ്ണികൃഷ്ണൻ നമ്പൂരി മുതൽ അന്തപ്പ മുതലാളി വരെ ഉള്ളവരുണ്ട്. അതാരാ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആൾദൈവങ്ങളും അവതാരങ്ങളുമായി ഇന്നിപ്പോൾ ഈ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ UDF എടുത്തിട്ടുള്ള തീരുമാനം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടം കൂടിയേ തീരൂ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തൊട്ട് സ്വീകരിച്ചു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. അവരോട് ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അല്ല കൊടുക്കേണ്ടത്, ഞങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ഇത്ര വരെയെങ്കിലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഇത് ഇവിടെ നിൽക്കാൻ പാടില്ല. ഇതൊരു പത്മകുമാറോ ഒരു വാസുവോ മാത്രമല്ല. വാസു പിന്നെ സ്വർണം മുതൽ കിണ്ടി വരെ വിറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇതിനെ കിണ്ടി വാസു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കിണ്ടി വാസുവോ അല്ലെങ്കിൽ പത്മകുമാറോ മാത്രമല്ല, അതിൻ്റെ പുറകിൽ കടകംപള്ളി ഉണ്ട്. അതുകൊണ്ടാണല്ലോ കിണ്ടി വാസുവിനകത്താക്കിയപ്പോൾ കടകംപള്ളി പറഞ്ഞത് അയാൾ നല്ല മനുഷ്യനാണ്. എപ്പോഴും തന്നെ ബന്ധം വ്യക്തമായി. ഞാനാണ് ഈ വിഷയം പറയുന്നത്. ഇതിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ 12-ാം തീയതി വരെ ഈ സമരം നയിച്ചത് കേരളത്തിൽ കോൺഗ്രസും UDF-ഉം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്താണ് ഹിന്ദു മതത്തിൻ്റെ ഹോൾസെയിൽ എടുത്തിട്ട BJP-യുടെ ഒരു അർത്ഥഗർഭമായ മൗനത്തിൻ്റെ കാരണം? എന്തുകൊണ്ട് യുവതീ പ്രവേശനത്തിൻ്റെ കാലത്ത് കാണിച്ച ആവേശം എന്തുകൊണ്ട് കാണിക്കാൻ BJP തയ്യാറാകുന്നില്ല?
ഇവരാകെ നടത്തിയ സെക്രട്ടേറിയറ്റ് വളയലാണ്. അത് ശുഷ്കമായിട്ടുള്ള പങ്കാളിത്തമായി. ഞാനും കണ്ടാണ്. എൻ്റെ മുമ്പിൽ കൂടെ കാറിൽ പോയപ്പോൾ സാധാരണ എനിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ലേ. ഞങ്ങളൊക്കെ സുഖമായിട്ട് പോയി. ഇത് നാമമാത്രമായിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് വളയൽ മാത്രം. ഇപ്പോഴും ഒഴുക്കം മറ്റില്ല. ഇത്രയും സംഭവങ്ങളുണ്ടായിട്ട് പോലും UDF മുന്നോട്ട് വെച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം എന്ന് പരസ്യമായി പറയാൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ തയ്യാറായിട്ടില്ല. നമ്മളൊക്കെ വിശ്വാസ സംരക്ഷണ യാത്ര ഇത്തവണയും ഞങ്ങൾ നടത്തി. അത് ചെങ്ങന്നൂരിൽ സംഗമിച്ച് ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തിലേക്ക് UDFന്റെ പദയാത്ര നടത്തി. ഇങ്ങനെ വല്ല യാത്രയും നടത്താൻ ഇവർ തയ്യാറായി. അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ഞാൻ 3 വർഷം മുമ്പ് വടകര MP ചെയ്ത സമയത്ത് അന്ന് എൻ്റെ നിയോജകമണ്ഡലമായ ഈ വടകരയിലെ കൂത്തുപറമ്പ് അസംബ്ലി പാലത്തായി എന്ന ആ പ്രദേശത്തെ വിദ്യാലയത്തിൽ ഒരു പെൺകുട്ടിയെ, ഒരു വിദ്യാർത്ഥിനിയെ ആ ക്ലാസ്സിലെ അധ്യാപകൻ ശാരീരികമായി ദ്രോഹിച്ച സംഭവം ഉണ്ടായി. അന്ന് ആ സമരം നയിച്ചത് UDF ആണ്, മറ്റൊന്നും കൊണ്ടല്ല. RSSകാരനായ ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ്റെ പാർട്ടി ഞങ്ങൾ നോക്കിയില്ല. അതിന് ശേഷം അറിയുന്നത് ഇയാൾ RSSന്റെ സജീവ പ്രവർത്തനം. കാരണം ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചപ്പോൾ അതൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനായി ഞങ്ങൾ ശക്തമായി സമരം നടത്തിയിട്ടാണ് ഒടുവിൽ അധ്യാപകനെ ഇവ പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷെ കഷ്ടകാലത്തിന് രണ്ടുപേരും 2 സമുദായമായി എന്നുള്ളതല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. പെൺകുട്ടിയുടെ സമുദായം വേറെ, അധ്യാപകൻ്റെ സമുദായം വേറെ. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല. ഒരു അധ്യാപകൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കുട്ടികളെ? ഗുരുശിഷ്യ ബന്ധത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മുടെ രാജ്യം. ഇവിടെയാണ് ഈ അധ്യാപകൻ തോന്നിവാസം കാണിച്ചത്. അതുകൊണ്ട് അധ്യാപകനെ ഞങ്ങളൊക്കെ സമരം നയിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ മിനിഞ്ഞാന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയത് RSSകാരൻ പോലും പറയാത്ത ഭാഷയിൽ കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ഹരീന്ദ്രനാഥ് കഴിഞ്ഞ അസംബ്ലിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു കൂത്തുപറമ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഈ ഹരീന്ദ്രനാഥിൻ്റെ പേരാണ് ഉണ്ടായിരുന്നത്. KP മോഹന് കൊടുക്കേണ്ടി വന്നുകൊണ്ടാണ് അവസാനം ഇയാൾ മാറ്റിയത്. ആ ഹരീന്ദ്രനാഥ് പറഞ്ഞത് ആ കുട്ടിയെ പീഡിപ്പിച്ച അധ്യാപകൻ ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അധ്യാപകനെതിരെ സമരം നയിച്ചതെന്ന് CPMന്റെ ഉന്നത നേതാവ് പറയാണ്. ഗോവിന്ദൻ മാഷ് അടുത്ത ആളാണ് ഈ ഹരീന്ദ്രനാഥ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പ്രസ്താവന ഒരു RSSകാരൻ നടത്തിയതായിട്ട് ഞാൻ വായിച്ചില്ല പത്രത്തിൽ. അപ്പൊ എന്തുമാത്രം സഖാക്കളുടെ മനസ്സ് മാറിയിരിക്കുന്നു, എന്തുമാത്രം സംഖ്യ മനസ്സുകാരായി ഒരു മാറിയിരിക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശിവകുമാറിനറിയാം. കഴക്കൂട്ടം പഞ്ചായത്തായിരുന്ന കാലത്ത് അതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രാണി അശോകൻ, CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, അവരിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുകയാണ്. റിബൽ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ദേശാഭിമാനിയിൽ ജോലി ചെയ്ത ശ്രീകണ്ഠൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ നേതാവ്, CPM നേതാവ്, ബ്യൂറോ ചീഫ്, അദ്ദേഹം റിബലാണ്. രണ്ടുപേരും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ. ഒരാൾ ആനി അശോകൻ ചെമ്പഴന്തി വാർഡിൽ മത്സരിക്കുന്നു, ശ്രീകണ്ഠൻ ഉള്ളൂർ വാർഡിൽ മത്സരിക്കുന്നു. രണ്ടും കഴക്കൂട്ട അസംബ്ലി. ആ രണ്ടുപേരും ഉന്നയിച്ച ആരോപണം എന്താ അറിയോ? കടകംപള്ളി കാലത്ത് മാർക്സിസ്റ്റും രാത്രി BJP ആണ്. അവർ മറ്റൊന്നും കൂടെ പറഞ്ഞു, നഗരസഭാ ഇലക്ഷനിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും BJP ജയിക്കാൻ കടകംപള്ളി അവസരം ഉണ്ടാക്കുന്നു. അസംബ്ലി വരുമ്പോൾ അവർ തിരിച്ച് കടകംപള്ളിയെ സഹായിക്കും. ഇത് കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന മുന്നണിയായി ഇപ്പോൾ LDF മുന്നണിയും BJP മുന്നണിയും മാറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഈ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചവർ അവരിന്നിപ്പോൾ ഒന്നായിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ നേരിട്ട് നമുക്കിവിടെ വിജയിച്ചേ മതിയാവും. സാഹചര്യങ്ങൾ നമുക്ക് തികച്ചും അനുകൂലമാണ്. ഈ സംസ്ഥാനത്തെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്
ഏത് മേഖലയിലാണ് ഈ സർക്കാരിന് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞത്? ഏറ്റവും തകർന്ന ആരോഗ്യരംഗം. ഇന്ന് സർക്കാർ ആശുപത്രികളിലേക്ക് 2 കാലിൽ നടന്നു പോകുന്നവർ തിരിച്ചു വരുന്നത് മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ്. ഈ ജില്ലക്കാരനല്ലേ വേണു എന്ന വ്യക്തി എങ്ങനെയാണ് മരിച്ചത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഇന്ന കാലത്ത് പത്രത്തിലെ ഫോട്ടോ ആ വേണുവിൻ്റെ ഭാര്യ മൊഴി നൽകിയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോ ആണെന്ന് തിരുവനന്തപുരത്തെ എല്ലാ പത്രങ്ങളിലും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, തെരുവ് നായ്ക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം പോലും എനിക്ക് കിട്ടിയില്ല. അവിടെ ഇപ്പോഴും രോഗികൾ നിലത്ത് കിടക്കുക. ഞാൻ MLA ആയിരുന്ന ശിവകുമാർ ആരോഗ്യമന്ത്രിയാണ്. ഇന്നത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ തിരക്ക് നിയന്ത്രിക്കാൻ രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ജനറൽ ആശുപത്രിയുടെ അടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കെട്ടിടം പണിതു, ഹോസ്റ്റൽ പണിതു, ക്ലാസ് മുറികൾ സജ്ജീകരിച്ചു. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് 100 സീറ്റ് സാങ്ഷൻ ആക്കിയതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി വന്ന മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിൻ്റെ അന്ന് കാലത്ത് പത്രത്തിൽ വാർത്തയാണ്. കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വന്നതിൽ കൂട്ടിക്ക്. കടകംപള്ളി മന്ത്രിയായി വന്ന പിണറായി സർക്കാർ 3 മാസം കൊണ്ട് ആ മെഡിക്കൽ കോളേജ് കൂട്ടിച്ചു. ഇപ്പോഴവിടെ ചെന്ന് നോക്കിയാൽ കാണാം, കെട്ടിടം പൊടി പിടിച്ച് കിടക്കും. ഇന്നിപ്പോൾ 1000 കുട്ടികൾ പഠിച്ചിറങ്ങേണ്ട സമയമായി. അതാണ് ഇവരൊന്നും ഇല്ലാതാക്കിയത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ മറ്റ് മെഡിക്കൽ കോളേജുകൾ പലതും ഇല്ലാതായില്ലേ? പാലക്കാട് SC/ST ആയതുകൊണ്ട് മാത്രം പൂട്ടിയില്ല, ബാക്കിയെല്ലാം ഏതാണ്ട് ശരിയാക്കി വിട്ടു. പറയുമ്പോൾ അന്ന് വീരേന്ദ്രകുമാറിൻ്റെ കുടുംബം നൽകിയ 50 ഏക്കറിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച മെഡിക്കൽ കോളേജുകൾ ഇവരൊന്നും ഇല്ലാതാക്കി. പറയുമ്പോൾ വീരേന്ദ്രകുമാർ അവരുടെ കൂടെ കൂടിയിട്ട് പോലും തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ തെരുവുനായ കടിച്ച് ഒരു കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ കുത്തിവെപ്പിന്റെ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം പോലും ഇല്ല. അത് കാരണം ഇപ്പം മരുന്നിന് എഫക്റ്റ് ഇല്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ, തെരുവുനായ കടിച്ചാൽ ഒരാഴ്ച കൊണ്ട് മരിക്കും, കുത്തി വെച്ചാൽ അന്ന് തന്നെ മരിക്കും. അതാണ് ഇപ്പോൾ ഈ പേ പിടിച്ച പട്ടി കടിക്കാലത്ത് ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. മരുന്നുമില്ല. ഇനി ആശുപത്രിയിൽ ചെന്നാലോ ഡോക്ടർമാരുണ്ടോ? പലയിടത്തും ഡോക്ടർമാരില്ല. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് രോഗി മരണപ്പെട്ടത്. ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല പല വെന്റിലേറ്റർ. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം തകർന്നു വേണം. കോട്ടയത്ത് ഒരു വീട്ടമ്മ മരണപ്പെട്ട സംഭവം. ഈ ഒക്കെ അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണത്തിൽ ജീവിച്ചിരിക്കുന്ന ആരും കുറ്റക്കാരില്ല. ഇപ്പോൾ കോട്ടയത്ത് 14-ാം വാർഡ് തകർന്നു വീണിട്ടാണ് അതിൻ്റെ അടിയിൽപ്പെട്ടൊരു സ്ത്രീ മരണപ്പെട്ടത്. അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്താ? അന്വേഷണ റിസൾട്ട് ജീവിച്ചിരിക്കുന്ന ആരും പ്രതികളല്ല. 1-ാം പ്രതി തകർന്നു വീണ കെട്ടിടം 1-ാം പ്രതി, അതിൻ്റെ അകത്ത് വിട്ട് മരണപ്പെട്ട വീട്ടമ്മ 2-ാം പ്രതി. അപ്പോൾ പിന്നെ 3-ാം പ്രതി ഇല്ല. കാരണം 3-ാം പ്രതികളൊക്കെ ജീവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മറ്റു പലയിടത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ ലിഫ്റ്റ് കുടുങ്ങി 48 മണിക്കൂർ. പിന്നെ ദൈവം അതീതത്തിന് താഴെയും ദീർഘായുസ് എഴുതിയോണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതെ, CPI-യുടെ ലോക്കൽ സെക്രട്ടറിയാണ്. 48 മണിക്കൂറാണ് കുടുങ്ങിപ്പോയത് ലിഫ്റ്റിൻ്റെ അകത്ത്. ആലോചിച്ച് നോക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷീന എന്നൊരു യുവതി 3 വർഷം മുമ്പ് ഒരു പ്രസവത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്തു. സിസേറിയൻ നടത്തണമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ നടത്തി. കുട്ടി പുറത്തു വന്നു, കത്തിരികത്തേക്ക് പോയി, കത്തിയിട്ട് കുഞ്ഞി. ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആ സ്ത്രീ കരഞ്ഞ് സമരം ചെയ്തിട്ട് അവരെ കാണാൻ പോലും മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല. ഇപ്പൊ ചിലരെയൊക്കെ കാണാൻ പോകുന്നതാണ് കേട്ടത് മുഖ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, ഹർഷീന 3 വർഷം മുമ്പ് നിങ്ങളുടെ അവിടെ വന്ന് കരഞ്ഞപ്പോൾ അവരെ കാണാൻ നിങ്ങൾ തയ്യാറായോ? അപ്പോൾ ഇതാണ് ആശുപത്രികളുടെ അവസ്ഥ. എല്ലാ മെഡിക്കൽ കോളേജുകളും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് അവിടുത്തെ ഡോക്ടർമാർ പറയുകയാണ്, ഇത് മെഡിക്കൽ കോളേജായി മാറി. ഡോക്ടർ ഹാരിസ് ഹസനാണ് പറഞ്ഞത്, ഇത് മെഡിക്കൽ കോളേജായി മാറി. ഇങ്ങനെയുണ്ടൊരവസ്ഥ. ഇതെല്ലാ മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണ്. കാരണം മന്ത്രിക്ക് ഇപ്പോഴും എന്താ വകുപ്പ് എന്ന് മനസ്സിലായിട്ടില്ല. ഈ വാർത്ത വായിക്കുന്ന പോലെയല്ലല്ലോ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, തകർന്ന ആരോഗ്യവകുപ്പ്. ഇതിനെ വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്ന് മാത്രമേ നോക്കുള്ളൂ. ആ സ്ഥിതിയിലായി ഈ വകുപ്പ്. വിദ്യാഭ്യാസ രംഗം, ഇപ്പം ആരോഗ്യരംഗത്ത് മാത്രമല്ല, മൊത്തം സിസ്റ്റം തകരാറാണ്.
വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ തിരുവനന്തപുരത്തും ഇവിടെയൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു മരണ വീട്ടിൽ ചെന്നാൽ എന്നാ ശവസംസ്കാരം എന്ന് ചോദിച്ചാൽ പറയും മക്കൾ വരണം, അതുവരെ മോർച്ചറിയിൽ സൂക്ഷിക്കുക. മക്കളൊക്കെ പുറത്താണ്. ഇവിടെ ഇങ്ങനെ സമരമല്ലേ? വൈസ് ചാൻസലറും മന്ത്രിയായിട്ട് സമരം, ചാൻസലറും മുഖ്യമന്ത്രിയായിട്ട് സമരം. കേരളത്തിലെ 13ഓളം യൂണിവേഴ്സിറ്റികളിൽ 12 യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ല. കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി, ആദ്യം തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആയിട്ട് തുടങ്ങിയതാ. കഴിഞ്ഞ 5 വർഷമായി സ്ഥിരം വി സി ഇല്ല. പരീക്ഷ നടക്കുന്നില്ല. കാരണം ഈ വി സിമാരൊക്കെ ഇൻചാർജുകളാണ്. പണ്ട് പറയില്ല, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സാറേ SIമാൻ ഇല്ല, മാറിപ്പോയി, ഇന്ന് 8 അംഗത്തിനാണ് ഇൻചാർജ് എന്ന് പറയും. അപ്പോൾ പണ്ട് പറയും ഇൻചാർജ് 8 അംഗത്ത് എന്ന് പറയും. അതുപോലത്തെ ഇൻചാർജ് 8 അംഗത്തുമാരാണ് യൂണിവേഴ്സിറ്റിയുടെ വി സിമാരുടെ കസേരയിരിക്കുന്നത്. ഇവർക്കാണെങ്കിൽ ആ കസാല പോകുന്നുള്ള പേടി കാരണം കോടതിയും കേസുമായിട്ട് നീങ്ങുകയാണ്. പരീക്ഷ കൃത്യമായിട്ട് നടക്കുന്നില്ല, നടന്നതിൻ്റെ റിസൾട്ട് മര്യാദയ്ക്ക് പ്രസിദ്ധീകരിക്കുന്നില്ല, പ്രസിദ്ധീകരിച്ചതിൻ്റെ പാസ്സായ കുട്ടികളെ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ ഈ വി സി ഇൻചാർജിന് ഒട്ടും നേരവുമില്ല. പിന്നെ എങ്ങനെ കുട്ടികൾ പുറത്തു പോകാതിരിക്കും? ഈ മേഖല കുളം തോണ്ടിയില്ലേ സത്യത്തിൽ? പിന്നെ ഇവിടെ ആരോഗ്യരംഗം തകർന്ന് കിടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അബുദാബിയിൽ പോയിട്ട് പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കയോട് മത്സരിക്കുക. പക്ഷേ മൂപ്പർക്ക് അസുഖം വന്നാൽ അമേരിക്കയിൽ പോകണം, തിരിച്ചു വന്നാൽ അമേരിക്ക ബൂർഷ്വാസികളുടെ രാജ്യം. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത് 2000 നമ്മുടെ VS അച്യുതാനന്ദന് ഒരു അസുഖം വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ലണ്ടനിലേക്ക് കൊണ്ടുപോയി ചികിത്സ. ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ പത്രക്കാർ ചോദിച്ചാൽ അങ്ങ് വലിയൊരു കേരളത്തിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ, പിന്നെ എന്തിനാണ് ഈ ചികിത്സയ്ക്ക്? എന്ന് പറയുമ്പോൾ LDF സർക്കാർ തന്നെയാണ്. അങ്ങ് എന്തിനാണ് ചികിത്സയ്ക്ക് ലണ്ടനിൽ പോകുന്നത്? അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഇപ്പം ഇവിടെ കിടന്ന് ഞാൻ മരിക്കണം എന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ആരോഗ്യരംഗത്ത് അമേരിക്കനെ കവച്ചു വരും. പക്ഷേ അവനവൻ അസുഖം വന്നാൽ നേരെ അടുത്ത ഫ്ലൈറ്റിന് അമേരിക്കയിലേക്ക്. അപ്പോൾ സാധാരണക്കാരന് കണ്ണീര്. 266 ദിവസം ആശാ വർക്കർമാർ സമരം ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, അവർ അധിക്ഷേപിക്കുകയായിരുന്നു. അപ്പം അധിക്ഷേപിച്ച് പോസ്റ്റിട്ട ആളെയാണ് തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയായി മാർക്സിസ്റ്റ് പാർട്ടി അവതരിപ്പിക്കുന്നത്, SP ദീപക്. ആശാ വർക്കർമാർ മഴയത്ത് സമരം ചെയ്തപ്പോൾ ആരോ കുറച്ച് കുട അവർക്ക് കൊണ്ടുകൊടുക്കും. ഇയാൾ പറയുകയാണ് എന്നാൽ പിന്നെ ഒരു ഉമ്മയും കൂടെ കൊടുക്കായിരുന്നു. അത്രയും നിർകൃഷ്ടമായിട്ടുള്ള വാചകം പ്രയോഗിച്ചവരെ മേയർ സ്ഥാനാർത്ഥിയെ ചോദിക്കുന്നത്. അപ്പം തന്നെ ഇവരുടെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു സ്വഭാവമുണ്ട്, ജീവിച്ചിരിക്കുന്നവർ വോട്ട് ചെയ്താൽ ജയിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പലരും വോട്ട് വെട്ടുകയാണ്. തിരുവനന്തപുരത്തെ ഞങ്ങളുടെ മുട്ടണ സ്ഥാനാർത്ഥി 24 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയുടെ വോട്ട് വെട്ടിച്ചു പോയി. പിന്നെ കോടതി പുനഃസ്ഥാപിച്ചു. എന്നാൽ ആ വാർഡിൽ തന്നെ മരിച്ച ഒരു 10-12 ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പേര് വോട്ടർ പട്ടികയിലുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാരണം എന്താ? ഈ പരേതാത്മാക്കളെ വെച്ച് വോട്ട് ചെയ്യിക്കാന്നാണോ? കാരണം ജീവിച്ചിരിക്കുന്നവരാരും വോട്ട് ചെയ്യില്ല. അവിടെയും കേന്ദ്രത്തിൻ്റെ അതേ മോഡൽ തന്നെയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇടയിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അവർ തന്നെയാണ് നോക്കുന്നത്. അവരും നമ്മുടെ വോട്ട് കളയാനാണ് നോക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം BLO വന്നു. ഞാൻ ചോദിച്ചല്ല, കൂടെ BLAമാരൊന്നുമില്ല. അയ്യോ സാറേ അവരാരും വരുന്നില്ല, ഒക്കെ ഇലക്ഷൻ തിരക്കിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോളം പൂരിപ്പിക്കാൻ തോന്നുന്നു. അപ്പം ഞാനും ഭാര്യ എൻ്റെ മക്കളൊക്കെ നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മക്കളുടെ ഭാര്യമാർ വന്നപ്പോൾ അവരുടെ വോട്ട് കൂടെ ചേർക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു സാർ അവരുടെ വോട്ട് ചേർക്കണമെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ അവസാനം വോട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ അവരുടെയും മാതാപിതാക്കന്മാർ എപ്പോഴാണ് വോട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അതും കൂടെ ഞാൻ തരാം. ഇനി അവരുടെ അച്ഛനമ്മമാരെ ചോദിക്കരുത്, കാരണം അവരുടെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് കേന്ദ്രത്തിൻ്റെ വോട്ടർ പട്ടിക പരിഷ്കരണമെങ്കിൽ ഇവിടെ അതിൻ്റെ ഏതാണ്ട് സമാനം തന്നെയാണ് പിണറായി നടക്കുന്നത്. അതേ ഞാൻ പറഞ്ഞത്, രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. പിന്നെ നഗരസഭയുടെ കാര്യം ഞാൻ പറയണ്ട, എല്ലായിടത്തും കോമണാണ്. തിരുവനന്തപുരവും കൊല്ലവും റോഡുകളൊക്കെ ആണെങ്കിൽ കുണ്ടും കുഴിയും. കാലത്ത് കണ്ടാൽ, മഴ പെയ്യാത്ത സമയത്ത് കണ്ടാൽ തോന്നും തെങ്ങ് കൃഷി നടത്തണോ വാഴ കൃഷി നടത്തണോ. മഴ പെയ്താൽ റോഡിൻ്റെ നേരെ നടുവിൽ സ്വിമ്മിംഗ് പൂൾ. അതാണ് കോർപ്പറേഷൻ ഭരണത്തിൻ്റെ അവസ്ഥ എന്ന് പറയും. ഇപ്പോൾ ശിവ ബേബിയോണ്ട് അറിയാം, അദ്ദേഹവും ശിവകുമാരൊക്കെ മന്ത്രിമാരായിരുന്നപ്പോൾ അന്ന് ഞാൻ MLA ആണ്. അന്ന് കേരളത്തിൽ 5 കോർപ്പറേഷനുള്ളൂ, അന്ന് കണ്ണൂരില്ല. ഈ 5 കോർപ്പറേഷനിൽ തിരുവനന്തപുരവും കൊല്ലവും കോഴിക്കോടും LDFൻ്റെ കയ്യിലാണ്. അന്ന് തൃശ്ശൂർ, എറണാകുളം മാത്രമേ UDF ഉള്ളൂ. പക്ഷെ അന്ന്
5 നഗരസഭകളിൽ 3.75 മീറ്റർ വീതിയുള്ള എല്ലാ കോർപ്പറേഷൻ റോഡുകളും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് മൊത്തം 42 കോടിയുണ്ട്. കൊല്ലത്തിൽ നിന്ന് ശിവു മാത്രമേ ഉള്ളൂ നമ്മുടെ MLA. അതുകൊണ്ട് ആർക്കും ഈ കിട്ടിയ കാശിൻ്റെ കണക്ക് പുറത്ത് മറ്റേ MLA-മാരും പറഞ്ഞില്ല. സത്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടാണ് അന്ന് കോർപ്പറേഷൻ റോഡ് നവീകരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദിയുടെ ഭാഷയിൽ ഡബിൾ ഇഞ്ചൻ സർക്കാരല്ലേ? കോർപ്പറേഷൻ LDF, അസംബ്ലി LDF, കേരള LDF ഒരു പൈസ തന്നോ ഇവിടുത്തെ റോഡ് നവീകരണത്തിന്? പിന്നെ മാലിന്യ കൂമ്പാരം, ഒരുമാതിരി തോട്, കിണർ, കുളങ്ങൾ എല്ലാം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇപ്പം ഇതിൻ്റെ ദുരന്തമാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു പുതിയ രോഗം ഉണ്ടല്ലോ, അമീബി മസ്തിഷ്ക ജ്വരബന്ധ രോഗം. അത് ഈ വേസ്റ്റാണ് ഇതിൻ്റെ മുഖ്യ കാരണമായിട്ട് പറയുന്നത്. ഈ നഗരസഭകളിലൊക്കെ ഇവിടെ ഈ കോർപ്പറേഷനിലൊക്കെ അവസ്ഥ ഇതാണ്. കുളങ്ങളെല്ലാം തിരുവനന്തപുരത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പാർവതി കുത്തനാര് ഞങ്ങളൊക്കെ മുങ്ങി കുളിച്ചിരുന്ന പഴയ തലമുറക്കാർ പറയും. ഇപ്പം മുങ്ങാൻ പോയാണ്ടല്ലോ 1.5 കിലോമീറ്റർ ദൂരം നാറ്റം തുടങ്ങും. അതാണ് പലയിടത്തും അവസ്ഥ. പല ഇവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലും CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി.